CPIM തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയിൽ പുതിയതായി 4 പേരെ ഉൾപ്പെടുത്താൻ ധാരണയായി. MLA-മാരായ VK പ്രശാന്ത്, G സ്റ്റീവൻ, പട്ടികജാതി ക്ഷേമ സമിതി സംസ്ഥാന പ്രസിഡന്റ് വണ്ടിത്തടം മധു എന്നിവരെ ജില്ലാ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തും. മഹിളാ അസോസിയേഷൻ നേതാവിനെയും ജില്ലാ കമ്മിറ്റിയിലേക്ക് പരിഗണിക്കുന്നുണ്ട്. ശ്രീജിത്ത് തിരുവനന്തപുരത്ത് നിന്ന് കൂടുതൽ വിവരങ്ങളുമായി തത്സമയം ചേരുന്നു. ഗുഡ് മോർണിംഗ് ശ്രീജിത്ത്. പറയൂ ശ്രീജിത്ത്, വിവരങ്ങൾ. ഗുഡ് മോർണിംഗ്. CPIM-ന്റെ ജില്ലാ സമ്മേളനത്തിന്റെ പ്രതി സമ്മേളനം ഇന്ന് രാവിലെ 9 മണിക്ക് ആരംഭിക്കുകയാണ്. കോവളത്തെ GV രാജ കൺവെൻഷൻ സെന്ററിലാണ് ജില്ലാ സമ്മേളനത്തിന്റെ പ്രതി സമ്മേളനം നടക്കുന്നത്. പോളിറ്റ് ബ്യൂറോ അംഗം MA ബേബിയാണ് ഉദ്ഘാടകൻ. എന്തായാലും ജില്ലാ കമ്മിറ്റിയിലേക്ക് പുതുതായി ഉൾപ്പെടുത്തുന്നവരെ സംബന്ധിച്ച് പാർട്ടിയുടെ നേതൃതലത്തിൽ ഇന്നലത്തോടെ ധാരണയായി. 4 പേരെ കുറഞ്ഞത് ജില്ലാ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്താനാണ് സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾക്കിടയിൽ ധാരണയായിരിക്കുന്നത്. അതിൽ MLA-മാരായ VK പ്രശാന്ത്, G സ്റ്റീഫൻ എന്നിവർ ഉൾപ്പെടും. VK പ്രശാന്ത് വട്ടിയൂർക്കാവ് MLA-യും G സ്റ്റീഫൻ അരുവിക്കര MLA-യുമാണ്. ഇതുകൂടാതെ പട്ടികജാതി ക്ഷേമ സമിതിയുടെ സംസ്ഥാന പ്രസിഡന്റായ വണ്ടിത്തടം മധുവിനെയും ജില്ലാ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തും. മഹിളാ അസോസിയേഷൻ ജില്ലാ സെക്രട്ടറിയെയും ജില്ലാ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്താൻ ധാരണയായിട്ടുണ്ട്. പ്രായപരിധി കടന്ന നേതാക്കളായ C ജയൻ ബാബു, G സുഗുണൻ, ജയപ്രകാശ് എന്നിവരെ ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കും. ഒപ്പം തന്നെ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ ആനാവൂർ നാഗപ്പൻ, A റഹീം എന്നിവരെയും ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കാൻ ധാരണയായിട്ടുണ്ട്. ഇവർക്ക് പകരമാണ് പുതുതായി ആളുകളെ ഉൾപ്പെടുത്തുന്നത്. എന്തായാലും ജില്ലാ സമ്മേളനത്തിൽ പ്രതി സമ്മേളനത്തിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിരിക്കുന്നു. രാവിലെ 9 മണിക്ക് ആണ് ഈ പ്രതി സമ്മേളനത്തിന് പതാക ഉയർത്താൻ പോകുന്നത്. അതിനുശേഷമാണ് ഉദ്ഘാടന സമ്മേളനം നടക്കാൻ പോകുന്നത്. ശ്രീജിത്ത്, A റഹീമിനെ പോലെയുള്ള ആളുകളെ ജില്ലാ കമ്മിറ്റി ഒഴിവാക്കുന്നതിന്റെ കാരണം എന്താണ്? A റഹീം സംസ്ഥാന കമ്മിറ്റി അംഗമായതുകൊണ്ട് അദ്ദേഹത്തിന് ജില്ലാ കമ്മിറ്റിയിൽ പങ്കെടുക്കാൻ മേൽക്കമ്മിറ്റി പ്രതിനിധി എന്ന നിലയിൽ പങ്കെടുക്കാൻ തടസ്സമില്ല. അപ്പോൾ ജില്ലാ കമ്മിറ്റി അംഗമായ A റഹീമിനെയും ആനാവൂർ നാഗപ്പനെയും ഈ ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കിയാൽ അവർക്ക് രണ്ടുപേർക്കും തുടർന്നും സംസ്ഥാന കമ്മിറ്റി അംഗം എന്ന നിലയിൽ ജില്ലാ കമ്മിറ്റികളിൽ പങ്കെടുക്കാൻ പറ്റും. അതിന് പകരമായി 2 പേരെ പുതുതായി ഉൾപ്പെടുത്താനും കഴിയും. ഈ സാധ്യത മുന്നിൽ കണ്ടാണ് സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളെ ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കുന്നത്. നേരത്തെ TNC അടക്കമുള്ള നേതാക്കളെ സമാനമായ രീതിയിൽ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കിയിരുന്നു. എന്നാൽ ജില്ലാ സെക്രട്ടേറിയറ്റിലും ജില്ലാ കമ്മിറ്റിയിലും പങ്കെടുക്കുന്നതിന് അവർക്ക് തടസ്സമില്ല. കാരണം അവർ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായതുകൊണ്ട് ആ ഒരു സാങ്കേതികത്വം പരിഗണിച്ചാണ് ഇപ്പോൾ അവരെ ഒഴിവാക്കി പുതുതായി 2 പേർക്ക് അവസരം നൽകാൻ ഒരുങ്ങുന്നത്. ഓക്കെ, താങ്ക് യു ശ്രീജിത്ത്.